ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ദേവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. പതിയെ അവളുടെ മുതുകിൽ തട്ടി വിളിച്ചു, ആവണി. മറുപടിയൊന്നും കിട്ടാതെ അവൻ ഇരു കൈകൊണ്ടും അവളെ പതിയെ തന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞ് കവളിലൂടെ ചാലിട്ടൊഴുകി നനവാർന്ന മുഖം കണ്ടപ്പോൾ അവൻ അലിവ് തോന്നി. എന്തു പറ്റി? അവൻ അവളുടെ താടി പിടിച്ച് വാത്സല്യത്തോട് ചോദിച്ചു. അവൾ കണ്ണീരിനിടയിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താടാ എന്റെ കുട്ടി, എന്തിനാ കരയണേ? അവന്റെ ആ ചോദ്യത്തിന് അവന്റെ ആത്മാവിന്റെ ഓരോ അണുവിലുമുള്ള മുഴുവൻ സ്നേഹവും ഉണ്ടായിരുന്നു. ദേവേട്ട, ആയുഷ്മാൻ എനിക്ക് മറുപടി അയച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു ഭയം മിന്നിമാഞ്ഞു. അയാളൊരു റിപ്ലൈ അയച്ചതിനാണോ നീ ഇത്ര എക്സൈറ്റഡ് ആവണേ? അതെ ദേവേട്ട, എനിക്ക് എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നണു. ഈ ഫീലിംഗ് മുഴുവൻ ഉൾക്കൊള്ളാൻ അവിടെ സ്പേസ് ഇല്ല ദേവേട്ട. അവളുടെ വാക്കുകൾ കേട്ടതും ദേവന്റെ ഭയം കൂടി വന്നു. ആയുഷ്മാൻ ഇത്രനാളും എല്ലാവരിൽ നിന്നും ഒളിച്ചിരുന്നു. ഇത്രയധികം ഫോളോവേഴ്സ്, ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഒരിടത്തും അയാൾ തന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. അയാൾക്കതിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാ ഇപ്പോ നോക്ക്, എനിക്ക് അവൻ റിപ്ലൈ ചെയ്തിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അവൾ കണ്ണുകൾ മേലോട്ട് ഉയർത്തി പറഞ്ഞു, എന്റെ മഹാദേവ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പറഞ്ഞില്ലേ ദേവേട്ട, അവൻ റിപ്ലൈ ചെയ്യുമെന്ന്. ഹീസ് മൈൻ. ദേവൻ ഒന്നും മിണ്ടാതെ അവളെ കേട്ടു നിന്നു. അവൾ മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്ന് അവൻ കരുതി. അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ശബ്ദം അവന്റെ ചെവിയിലെത്തിയില്ല. അവിടെ ഭയത്തിന്റെ ശീതക്കാറ്റ് അലറി അടിക്കുന്നതിന്റെ ഹൂങ്കാര ശബ്ദം മാറ്റൊലിക്കൊണ്ടു. കുറെ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമായി. അവൾ ദേവനെ നോക്കി. സന്തോഷായോ? ഒരുപാട്. അവൾ അവന്റെ രണ്ട് കവിളിലും പിടിച്ച് ഇരുവശത്തേക്കും തിരിച്ച് നെറുകയിൽ മുത്തി പിന്നെ പുറത്തേക്കോടി. രാത്രിയിൽ പെയ്തു തീർന്ന മഴയിൽ നനഞ്ഞു കുതിർന്ന് ഈറൻ മാറാതെ പ്രകൃതി നാണത്തോടെ മെല്ലെ കണ്ണു തുറന്നു. നനവ് മാറാത്ത മണ്ണിലൂടെ നഗ്നപാദങ്ങൾ ചവിട്ടി ദേവൻ നടന്നു. അവിടെയായി പൊഴിഞ്ഞു വീണ ഇലകളും മരച്ചിലകളും അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒരു നേർത്ത പുഞ്ചിരി തിരികെ നൽകി അവൻ കുളത്തിലെ തണുപ്പിനെ പുൽകാൻ വേഗത്തിൽ നടന്നു. കുളത്തിലേക്കുള്ള ആദ്യത്തെ പടവിൽ കാൽ വെച്ചതും അവൻ പെട്ടെന്ന് നിന്നു. വിശ്വാസം വരാതെ അവൻ ഒന്നുകൂടി നോക്കി. അവന്റെ ചുണ്ടുകൾ അറിയാതെ ചലിച്ചു. ആവണി! കൽപ്പടവിൽ ആസകലം നനഞ്ഞൊട്ടി കയ്യിൽ ഒരു കപ്പുമായി ആവണി. നിതംബം മറയ്ക്കുന്ന മുടി പിന്നിൽ അഴിഞ്ഞു കിടക്കുന്നു. അവൾ കപ്പുമായി കുനിഞ്ഞതും ദേവൻ അവൾ കാൽ തന്നെ വീഴുമോ എന്ന് പേടിച്ച് ശബ്ദം ഉയർത്തി വിളിച്ചു, ആവണി! അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ദേവനെ കണ്ട് അവൾ പെട്ടെന്ന് അവന് പുറം തിരിഞ്ഞു നിന്നു. അവനും അവളെ അങ്ങനെ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ പരിഭ്രമം അവനിലേക്കും പടർന്നു. തിരിച്ചു പോകണോ അതോ അവിടെ തന്നെ നിൽക്കണോ എന്ന് അവൻ കുഴങ്ങി. ആവണി പെട്ടെന്ന് ഒരു തോർത്തെടുത്ത് പുതച്ച് പടവുകൾ കയറി അവൻ അരികിലേക്ക് വന്നു. ദേവേട്ടൻ ഇത്ര പെട്ടെന്ന് വന്നോ? നീ എന്താ ഇവിടെ? ഞാൻ കുളിക്കാൻ വന്നതാ. കുളിക്കാനോ? നീ? അതും ഈ തണുപ്പത്ത്? അവൻ കളിയായി പറഞ്ഞു. എന്താ ഞാൻ കുളത്തിൽ കുളിച്ചാൽ? നീ ഒറ്റയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാ നീ സീതമ്മയോട് പറഞ്ഞിട്ടാണോ വന്നത്? അവൻ ദേഷ്യപ്പെട്ടു. ദേവേട്ട, ദേഷ്യപ്പെടല്ലേ. ദേവേട്ടൻ വരും മുന്നേ തിരിച്ചു പോവാന്ന് കരുതിയേ. തല്ല് കിട്ടേണ്ട പണിയാ നീ കാണിച്ചേ. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. സോറി, ഇനി ഒറ്റയ്ക്ക് വരില്ല. അവന്റെ ദേഷ്യം കണ്ടവൾ പറഞ്ഞു. അല്ല, കുളത്തിലിറങ്ങാൻ പേടിയുള്ള നീ എങ്ങനെ കുളിച്ചു? കുളിച്ചൊന്നുമില്ല, ഈ കപ്പ് കൊണ്ട് വെള്ളം കോരി ഒഴിച്ചു. കയ്യിലിരുന്ന കപ്പ് നീട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞത് കേട്ട് അവന് ചിരി വന്നു. ഇന്നെന്താ ഇങ്ങനെ തോന്നാൻ? ചോദ്യം കേട്ടതും അവളുടെ ഭാവം മാറി. കണ്ണുകളിൽ പ്രണയം പൂത്തു. ആയുഷ്മാന്റെ റൈറ്റിംഗ്സ് കണ്ടില്ലേ? എന്നും രാവിലെ കുളത്തിൽ മുങ്ങിക്കുളിക്കാൻ അവന് വലിയ ഇഷ്ടാ. ഇനി മുതൽ അവന്റെ ഇഷ്ടാ എന്റെയും ഇഷ്ടം.
മിഴിച്ചു നിൽക്കുന്ന അവന്റെ ഇരുകവളിലും പിടിച്ച് ഇരുവശത്തേക്കും തിരിച്ച് അവന്റെ നെറുകയിൽ മുത്തി അവൾ ഓടിയകന്നു. അവളുടെ വാക്കുകൾ അവന്റെ നെഞ്ചിൽ വീണ്ടും സൂചിമുനകൾ ആഴ്ത്തി. അവനും അവന്റെ സൃഷ്ടികളും മാത്രം അരങ്ങുവാണ, അല്ലെങ്കിൽ മറ്റാർക്കും അനുവാദമില്ലാതിരുന്ന അവന്റെ എഴുത്തിന്റെ രാജ്യത്തിൽ വാതിൽ ചവിട്ടി തുറന്ന് അവളെത്തി. ആവണി. അവൾ യുദ്ധം ചെയ്ത് അധികാരം കൈക്കലാക്കും മുന്നേ അവൻ അധികാരത്തിന്റെ ചെങ്കോൽ അവളുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഒന്ന് എതിർക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ തന്റെ മനസ്സ് എങ്ങനെ തോറ്റുപോയി എന്ന് അവൻ അതിശയത്തോടെ ചിന്തിച്ചു. അവൻ എഴുതാൻ പറ്റാതായി. എഴുതാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആവണി അവനെ ശല്യം ചെയ്യാൻ തുടങ്ങി. ആപത്താണ് എന്നറിഞ്ഞിട്ടും ആയുഷ്മാൻ എന്ന എഴുത്തുകാരൻ പലപ്പോഴും തോറ്റുപോയി. ആദ്യം നിന്റെ തൂലികയെ പ്രണയിച്ചു, അത് തെറ്റായിപ്പോയി. ആദ്യം നിന്നെ പ്രണയിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ എനിക്ക് ഭ്രാന്തായി മാറില്ലായിരുന്നു. അവളുടെ വാക്കുകൾ അവന്റെ ആത്മാവിൽ ആശ്വാസമുള്ള നോവായി. എന്തു മറുപടിയാണ് അവൾക്ക് നൽകുക?